ന്യൂവിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണപ്പാടിയിൽ തിരിമറി നടന്നു. അറ്റകുറ്റപ്പണിക്ക് ശേഷം 475 ഗ്രാം നഷ്ടമായെന്ന് ഹൈക്കോടതി. കേസെടുത്ത് അന്വേഷിക്കാൻ നിർദ്ദേശം. ശില്പങ്ങൾ കടത്തിയതിൽ ഗൂഢാലോചനയ്ക്ക് സ്ഥിരീകരണം. വിജിലൻസ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 170 രൂപ കുറഞ്ഞു. പവനും 1360 രൂപയുടെ കുറവ്. ഇന്ന് ഒരു പവന്റെ വില 89,680 രൂപ. ഗാസ സമാധാന കരാർ അടക്കം വിപണിയെ സ്വാധീനിച്ചു. അന്താരാഷ്ട്ര വിപണിയിലും സ്വർണ്ണവില ഇടിഞ്ഞു. ഡോക്ടറെ അതിക്രമിച്ച കേസിൽ പ്രതി സനൂപിനെ കൂടുതൽ ചോദ്യം ചെയ്യും. കസ്റ്റഡി അപേക്ഷ നൽകും. സംഭവത്തിൽ പ്രതിഷേധം തുടരാൻ ഡോക്ടർമാർ. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഇന്നും പണിമുടക്ക്. ഗാസ സമാധാന പദ്ധതി പ്രാബല്യത്തിൽ. വെടിനിർത്തലിനുള്ള ആദ്യഘട്ടത്തിന് ധാരണയിലെത്തിയ ഇസ്രയേലും ഹമാസും. ബന്ദികളെ തിങ്കളാഴ്ചയോടെ വിട്ടു നൽകിയേക്കും. ഇസ്രയേൽ സേനയുടെ ഒരു പരിധിവരെയുള്ള പിന്മാറ്റവും ഉടൻ. വിശദമായ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ റെക്കോർഡ് കുതിപ്പിൽ നിന്ന് സ്വർണം കുത്തനെ താഴേക്ക്. ഇന്ന് ഗ്രാമിന് 170 രൂപയും പവന് 1360 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ 11,210 രൂപയും പവന് 89,680 രൂപയുമായി. കുത്തനെ ഇടിഞ്ഞു. വൻ വിലക്കുറവ്. സ്വർണം വാങ്ങാൻ വേഗം ജ്വല്ലറിയിലേക്ക് പോകാൻ ഒരുങ്ങിക്കോളൂ എന്നാണ് വിപണികൾ പറയുന്ന സൂചനകൾ. കേരളത്തിൽ സ്വർണ്ണവിലയിൽ വൻ വിലക്കുറവാണ് രേഖപ്പെടുത്തുന്നത്. റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ച സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. പവന് ഒറ്റയടിക്ക് 1360 രൂപയാണ് കുറഞ്ഞത്. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 89,680 രൂപയാണ്. ഗ്രാമിന് 170 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. 11,210 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. കഴിഞ്ഞ ദിവസം 90,000 കടന്ന പവൻ വില 91,040 പിന്നീട് ഒറ്റയടിക്കാണ് 1000-ലേറെ രൂപയുടെ ഇടിവ് രേഖപ്പെടുത്തിയത്. ഏറെ നാൾക്ക് ശേഷമാണ് ഇത്രയും വില ഇടിയുന്നതെന്നാണ് വ്യാപാരികളും പറയുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ തോതിൽ കൂടി വരികയായിരുന്നു സ്വർണ്ണവില. ഓരോ ദിവസവും 500-1000 രൂപ വർദ്ധിക്കുന്ന ട്രെൻഡാണ് നാം കണ്ടത്. ഈ സാഹചര്യത്തിൽ ഈ മാസം രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ വിലക്കുറവ് തന്നെയാണ് ഇന്നത്തേതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഭരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല ദിവസമായി വ്യാപാരികൾ കണക്കുകൂട്ടുന്നു. ഈ മാസം 1 രേഖപ്പെടുത്തിയ പവൻ വില 87,000 രൂപയായിരുന്നു. പിന്നീട് അല്പം താഴ്ന്ന് 86,560 രൂപയിലേക്കും എത്തി. എന്നാൽ പിന്നീട് ഓരോ ദിവസവും വില ഉയർന്ന് 91,040 രൂപ വരെ എന്ന സർവകാല റെക്കോർഡിലുമെത്തി. അവിടെ നിന്നാണ് ഇന്നത്തെ വിലക്കുറവ് രേഖപ്പെടുത്തുന്നത്. 1300-ലധികം രൂപയുടെ ഇടിവാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ഗാസയിൽ ഇസ്രയേലും ഹമാസും സമാധാന കരാർ ഒപ്പുവെച്ചതാണ് വിപണി സജീവമാകാൻ കാരണമെന്ന് ജ്വല്ലറി വ്യാപാരികൾ പറയുന്നു. സമാധാന അന്തരീക്ഷത്തിലേക്ക് എത്തിയാൽ നിക്ഷേപ സൗഹൃദ സാഹചര്യം ഉണ്ടാകുമെന്നും കരുതപ്പെടുന്നുണ്ട്. ഇത് വ്യവസായ ലോകത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നു തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നിക്ഷേപം വന്നേക്കാമെന്ന വിശ്വാസവും ഇതിനു പിന്നിലുണ്ട്. അതേസമയം വിപണിയിൽ ആശങ്കയുള്ളപ്പോൾ നിക്ഷേപകർ കൂടുതലായി സ്വർണം വാങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ
സ്വർണ്ണവില ഉയരുക. എന്നാൽ വില കുറഞ്ഞു എന്ന് കരുതി സ്വർണം ഉടൻ തന്നെ വാങ്ങണമെന്നുമില്ല കേട്ടോ. ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് 96,000 രൂപ ചെലവ് പ്രതീക്ഷിക്കാം. 5% പണിക്കൂലിയും 3% GSTയും 60 രൂപ ഹോൾമാർക്കിംഗ് ചാർജുമെല്ലാം ചേരുമ്പോഴാണ് ഇത്തരത്തിൽ വില കുത്തനെ ഉയരുക. ക്രൂഡ് ഓയിൽ വിലയും ഇന്ന് കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല രാജ്യാന്തര വിപണിയിൽ $4,060 വരെ ഉയർന്ന സ്വർണം ഇപ്പോൾ $3,960 എത്തി. ഇതിന്റെ പ്രതിഫലനമാണ് കേരളത്തിലെ വിപണികളിലും കാണാൻ സാധിക്കുന്നതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഇപ്പോൾ സ്വർണ്ണ വ്യാപാരിയായ അരുൺ മാർക്കോസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അരുൺ, ഇന്നിപ്പോൾ ഈ സർവകാല റെക്കോർഡിൽ എത്തി നിന്നിരുന്ന സ്വർണത്തിന് 1,360 രൂപയുടെ കുറവാണ് വന്നിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇന്നിപ്പോൾ ഈ ജുവലറികളിലുള്ളൊരു തിരക്ക് അത് എത്രത്തോളം ഉണ്ട്? കാരണം ഇത്രയും ദിവസമായി ആളുകൾ ഇങ്ങനെ ഈ സ്വർണത്തിന് വില കുറയുമോ എന്ന് കാത്തിരിക്കുകയായിരുന്നു. ജുവലറികളിൽ പൊതുവെ തിരക്ക് വളരെ കുറവാണ്. കാരണം പെട്ടെന്ന് വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരുന്നിടത്ത് നിന്ന് പെട്ടെന്ന് ഒരു വലിയ ഒരു കുറവ്, ഏകദേശം ഗ്രാമിന് 170 രൂപ എന്ന് പറയുമ്പോൾ അത് ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അതൊരു വലിയൊരു കുറവാണ്. അത്രയും ഒരു കുറവ് മാർക്കറ്റിലേക്ക് ഉണ്ടായപ്പോൾ ഇനിയും വില താഴേക്ക് പോയേക്കാം എന്നുള്ള തരത്തിൽ വാങ്ങാനുള്ള ആളുകൾ ജുവലറിയിലേക്ക് വരാൻ മടിച്ചു നിൽക്കുന്ന ഒരു സമയത്തൂടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇതിനകത്ത് വ്യത്യാസം ഉണ്ടാവാം. നിലവിൽ തന്നെ ഇന്ന് രാവിലെ സ്വർണ്ണ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം വില കൂടുന്ന ഒരു ട്രെൻഡ് വീണ്ടും കാണിക്കുന്നുണ്ട്. ഏത് നിമിഷവും തിരിച്ച് വില കയറാം എന്നുള്ളൊരു സാധ്യതയാണ് മാർക്കറ്റിൽ കാണുന്നത്. അതായത് ഇപ്പോൾ ഈ കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ആശ്വസിക്കേണ്ട എന്നുള്ളൊരു കാര്യം തന്നെയാണോ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്? ഇനിയിപ്പോൾ ഈ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ വരും മണിക്കൂറുകളിൽ തന്നെ വീണ്ടും വില വർധന ഉണ്ടായേക്കാമോ? അതെ, നിലവിലെ ഒരു സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ അങ്ങനെ അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് ഫെഡറൽ റിസർവ്, US-ന്റെ ഫെഡറൽ റിസർവിന്റെ തലവന്റെ പവൽ 7 മണിക്ക് സംസാരിച്ചിരുന്നു. അതിനകത്ത് ഗോൾഡിനെ സംബന്ധിച്ചും അല്ലെ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറയ്ക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട്. അതിനുശേഷം ഈ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയും ഏത് കാര്യങ്ങൾക്കും പിന്തുണയ്ക്കാമെന്ന് US പ്രസിഡന്റ് ആയിട്ട് സംസാരിച്ചത് പറഞ്ഞിട്ടുണ്ട്. അത് ഈ മാർക്കറ്റിനെ കൃത്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗസയിലെ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം അവസാനിപ്പിച്ചതായിട്ട് ട്രംപ് ഒരു പ്രസ്താവനയും നടത്തിയിട്ടുണ്ട്. ഈ പ്രസ്താവനകൾ കൂട്ടി വായിക്കുമ്പോൾ അതിനെ തുടർന്നാണ് ഒരു സമാധാനം, ലോകത്തൊരു സമാധാനം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിയുകയും അതിനെ തുടർന്ന് മാർക്കറ്റുകളിൽ ഉണ്ടായ വേരിയേഷൻസ് ആണ് ഈ സ്വർണ്ണ വിലയിലും ബാധിച്ചിരിക്കുന്നത്. അത് പക്ഷേ ഇന്ന് രാവിലെ തന്നെ വീണ്ടും അത് മുകളിലേക്ക് പോകുന്ന ഒരു ട്രെൻഡാണ് കാണിക്കുന്നത്. ഈ സ്വർണത്തിന്റെ വില ഇങ്ങനെ കുറയുന്ന ഒരു സാഹചര്യത്തിൽ ഈ 18 ക്യാരറ്റിന്റെ സ്വർണത്തിനും വില കുറവാണല്ലോ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ 18 ക്യാരറ്റ് സ്വർണത്തിനായി ആളുകൾ കൂടുതലായി എത്തുന്നൊരു ട്രെൻഡ് എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ നിലവിൽ? 18 ക്യാരറ്റ് ആഭരണങ്ങൾ വാങ്ങുന്നതിൽ അത് വിലക്കുറവാണ് എന്ന് പറയുമ്പോൾ, അത് വാങ്ങുമ്പോൾ വിലക്കുറവാണ് എങ്കിൽ അത് വിൽക്കുമ്പോഴും വിലക്കുറവാണ് തിരികെ ലഭിക്കുന്നത്. അതുകൊണ്ട് ആളുകൾ അതിലേക്ക് കൂടുതൽ ഈ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട ആളുകൾ ഇതൊരു ട്രെൻഡായി വിലക്കുറവാണ് എന്ന് കരുതുന്നെങ്കിലും ജുവലറിയിൽ ചെന്ന് അത് വാങ്ങുമ്പോൾ പണിക്കൂലി അടക്കം ഈ പുതിയ സ്വർണ്ണ 916 വാങ്ങുന്നതിനോട് അടുത്ത് തന്നെ ഒരു വില അതിനും നൽകേണ്ടതായിട്ടൊരു അവസ്ഥയുണ്ട്. തിരിച്ചു കൊടുക്കുമ്പോൾ 18 ക്യാരറ്റിന് അന്നത്തെ ഗോൾഡ് റേറ്റിന് 75% താഴെ, 75% ആണ് 18 ക്യാരറ്റിന് വരുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്യൂറായിട്ടുള്ള ഗോൾഡ് ഉള്ളത് 18 ക്യാരറ്റില്. അതിന് കിട്ടുന്ന വില വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഇത് ഒരു റീസെയില് നമ്മളൊരു ഭാവിയിലേക്ക് കരുതി വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ 18 ക്യാരറ്റിലേക്ക് പോകുന്നത് വലിയൊരു നഷ്ടമാണ്. അതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ആദ്യത്തെ ഒരു എൻക്വയറികളൊക്കെ അതിനപ്പുറത്തേക്ക് ചെറിയ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള 1 ഗ്രാം 2 ഗ്രാം അല്ലെങ്കിൽ അതുപോലെ ഡെയിലി വെയറിനുള്ള ആഭരണങ്ങൾ ചോദിച്ചു വരുന്നതിൽ അപ്പുറത്തേക്ക് 18 ക്യാരറ്റിന് വലിയ ആവശ്യക്കാരില്ല. അതായത് ഈ സ്വർണത്തിന്റെ വില ഇപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ, കാരണം നമുക്കറിയാം ഈ ഒരു 2 മാസത്തിനുള്ളിലാണ് വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് ഈ സ്വർണ്ണ വിലയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു കുതിപ്പ് ഒരാഴ്ചയ്ക്കുള്ളിൽ 1 ലക്ഷത്തിലേക്ക് എത്തി നിൽക്കുമെന്നുള്ളൊരു നിഗമനമാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അതിനിടെയാണ് ഈ 1,360 രൂപയോളം കുറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വെച്ചിരുന്നത് പോലെ 1 ലക്ഷത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ടോ?
ഒരു ലക്ഷത്തിലേക്ക് എത്തും, ഈ മാസം തന്നെ എത്തും എന്നുള്ള ഒരു ട്രെൻഡിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും വലിയ ഒരു കുറവ് ഇതിനകത്ത് ഉണ്ടാവാൻ ഒരു സാധ്യത നിലവിലെ മാർക്കറ്റിൽ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ വലിയൊരു കുറവ് ഉണ്ടാവാനുള്ളൊരു സാധ്യത മാർക്കറ്റിലെങ്ങും തന്നെ കാണിക്കുന്നില്ല. അതായത് ഇനിയിപ്പോൾ ഈ വരും ദിവസങ്ങളിൽ ഇങ്ങനെ ഈ സ്വർണത്തിന്റെ വില കൂടിയും കുറഞ്ഞും നിന്നാൽ പോലും ഈ 1 ലക്ഷത്തിൽ നിന്നും വലിയ രീതിയിലുള്ളൊരു കുറവ് ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 89,000-ൽ നിന്ന് ഏത് നിമിഷം വേണമെങ്കിലും ഈ സ്വർണത്തിന്റെ വില ഉയരാം. അതെ, ഇപ്പൊ നിലവിൽ 1 ലക്ഷം ഈ ഒരു മാസം എത്തുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയ സംശയങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും വലിയ കുറവ് ഇതിനകത്ത് ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. നിലവിൽ ഉള്ള രീതിയിൽ നിന്ന് കുറച്ച് കൂടിയും കുറഞ്ഞുമായിട്ട് ഉള്ള ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത്. വലിയൊരു പ്ലാന്റിംഗ് ഇതിൽ കുറയുന്ന ഒരു ഇത് കാണിക്കുന്നില്ല. ഈ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഇന്നിപ്പോൾ ഈ വില കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ജനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? കൂടുതലായി ഇത്തരത്തിൽ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഇന്ന് ജുവലറികളിൽ ലഭിക്കുന്ന എന്നുള്ള വാർത്തകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? നിലവിൽ അങ്ങനെ ഒരു വാർത്തകൾ വന്നിട്ടില്ല. കാരണം ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അവർ കാണുന്നത് വാർത്തകളിൽ പെട്ടെന്ന് കാണുന്നത് വില ഇത്രയും രൂപ കുറഞ്ഞു എന്ന് കാണുമ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അവർക്കിതൊരു ആശ്വാസമാണ്. അവര് വിപണിയിലേക്ക് ഉറ്റു നോക്കുന്നത് നാളെയും വില ഇതുപോലെ തന്നെ കുറയും എന്നുള്ള രീതിയിലാണ് ആളുകൾ നോക്കി കാണുന്നത്. അതുകൊണ്ട് ആളുകൾ ഓടിപ്പോയി ജ്വല്ലറിയിൽ പോയി പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഇരിക്കുന്നവർ പോലും ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാവാം എന്നുള്ള തരത്തിലേക്ക് മാറി ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ജ്വല്ലറിയിൽ തീരെ തിരക്ക് കുറവാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ അരുൺ മാർക്കോസ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും സ്വർണത്തിൻ്റെ വില ഇന്നിപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. കുറച്ചധികം ദിവസങ്ങളായി ഈ സ്വർണത്തിന് വില കുതിച്ചുയരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്നിപ്പോൾ 1360 രൂപയോളം സ്വർണത്തിന് വില കുറഞ്ഞിരിക്കുകയാണ്. സ്വർണത്തിൻ്റെ വില കുറഞ്ഞ് 89,680 രൂപയായിട്ടുണ്ട്. നേരത്തെയൊക്കെ ഈ 91,000 രൂപയിലൊക്കെ കടന്ന് സ്വർണത്തിൻ്റെ വില നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. 1 ലക്ഷം രൂപയോട് അടുക്കുമ്പോഴേക്കും 1 ലക്ഷം രൂപയോട് ഈ സ്വർണത്തിൻ്റെ വില അടുക്കുമെന്നുള്ളൊരു പ്രവചനങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെന്നും വന്നിരുന്നു. എന്നാൽ അവിടെ നിന്നാണ് ഈ 22 ക്യാരറ്റ് സ്വർണത്തിന് ഇത്തരത്തിൽ 1360 രൂപയോളം കുറവ് വരുന്നതും 89,680 രൂപയിലേക്ക് ഈ സ്വർണത്തിൻ്റെ വില എത്തി നിൽക്കുന്നത്. ഗ്രാമിന് 170 രൂപയാണ് കുറഞ്ഞിട്ടുള്ളത്. ഇതോടെ 11,210 രൂപയാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധനായ ഡോക്ടർ PJ വിൻസെന്റ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിൻസെന്റ്, ഈ കുറച്ചധികം നാളുകളായി ജനങ്ങളുടെ ഒരു ആശങ്ക, സാധാരണക്കാരുടെ ആശങ്കയായിരുന്നു ഈ ഉയരുന്ന സ്വർണ്ണവില. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഈ സ്വർണ്ണവില പെട്ടെന്ന് 1360 രൂപ കുറഞ്ഞത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. ഈ ഗാസയിൽ ഇസ്രയേലും ഹമാസും സമാധാന കരാർ ഒപ്പുവെച്ചതാണ് ഇതിനൊരു കാരണമായി ഇപ്പോൾ ഈ വിപണി സജീവമാകാനുണ്ടായിട്ടുള്ള ഒരു കാരണം. ഇനിയിപ്പോൾ ഇതിനെ എങ്ങനെയാണ് നോക്കി കാണേണ്ടത്? തീർച്ചയായിട്ടും ലോക സംഘർഷങ്ങൾ വിപണിയെ നല്ല രൂപത്തിൽ സ്വാധീനിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ചുമത്തിയിട്ടുള്ള 25% ചുങ്കവും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ചുമത്തിയ 25% പിഴച്ചുങ്കവും ചേർത്ത് 50% ചുങ്കം വരികയും പിന്നീട് മറ്റ് വിവിധ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് മേലെ കൂടി ചുങ്കം ചുമത്തും എന്നുള്ള സാഹചര്യം വന്നപ്പോൾ ഒരു സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയ്ക്ക് വ്യാപകമായി ആളുകൾ സ്വർണത്തിലേക്ക് തിരിയുന്ന സാഹചര്യമുണ്ടായി. അതിന് കൂടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യയിലെ ഗാസ യുദ്ധം ഇറാനിലേക്കും ഖത്തറിലേക്കും ഒക്കെയായി വ്യാപിച്ച് ആ മേഖലയെ മുഴുവൻ വ്യാപിക്കുന്ന ഒരു യുദ്ധമായി മാറുകയും എണ്ണ വിതരണം തടസ്സപ്പെടുകയും ചെയ്യുന്നൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അത് ആഗോള സമ്പദ് വ്യവസ്ഥയിലെ ആദാന പ്രദാനങ്ങളെ നിർണായകമായി സ്വാധീനിക്കുകയും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ആളുകൾ സ്വർണത്തിലേക്ക് തിരികുകയും ചെയ്തു. അതിന് പ്രധാനപ്പെട്ട കാരണം വിപണി ചാഞ്ചാട്ടമായിരുന്നു. തുടരുന്ന യുദ്ധവും സംഘർഷങ്ങളും അമേരിക്കൻ പ്രസിഡന്റിന്റെ വ്യാപാര യുദ്ധവും ചേർന്ന് വിപണിയിൽ ഉണ്ടായിട്ടുള്ള അനിശ്ചിതത്വമാണ് ഒരു പരിധിവരെ സ്വർണ്ണവില കൂടാൻ കാരണമായിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ സാഹചര്യത്തിൽ മാറ്റം വന്നു. വ്യാപാര യുദ്ധം ഏറെക്കുറെ സ്റ്റെബിലൈസ് ചെയ്യുന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ ശക്തമായി തീവ്രമായും നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഡിസംബറോടുകൂടി ഒരു സമഗ്ര വാണിജ്യ വ്യാപാര കരാർ അമേരിക്കയുമായി ഒപ്പിടാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ഗസയിൽ വെടിനിർത്തൽ വന്നിരിക്കുന്നു. ആ യുദ്ധവ്യാപനത്തിന്റെ സാധ്യത ഏറെക്കുറെ പൂർണ്ണമായി ഇല്ലാതായിരിക്കുന്നു. അതോടൊപ്പം
അവിടെ നീണ്ടു നിൽക്കുന്ന സമാധാന പ്രക്രിയയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന ഒരു ചിത്രം ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഒരു പുതിയ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആഗോള സമ്പദ് രംഗം സ്ഥിരത നേടും എന്നുള്ള ഒരു പ്രതീതി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ സ്വർണത്തിന്റെ വിലയിൽ കുറവുണ്ടായിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ വീണ്ടും കുറയാനും സ്വർണ്ണവിലയും സ്ഥിരത നേടാനുമാണ് സാധ്യത. അതായത് ഈ വരുന്ന ദിവസങ്ങളിൽ ഈ വ്യാപാര യുദ്ധത്തിനൊക്കെ ഒരു അറുതി വരുമെന്നാണ് തന്നെ ആ ഒരു വിശ്വാസം തന്നെയാണുള്ളതല്ലേ? തീർച്ചയായിട്ടും അതെ. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ ഒരു സ്ഥിരമായ ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് പോകുന്നത് അമേരിക്കയ്ക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ ചുങ്കയുദ്ധം തന്നെ ഈ അമേരിക്കയുമായിട്ട് വ്യാപാര മിച്ചം വലിയ തോതിലുള്ള രാജ്യങ്ങളുമായിട്ട് കൂടുതൽ വ്യാപാരം നടത്തുവാനും അതോടൊപ്പം അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഒരു വ്യാപാര കരാറിൽ എത്തുന്നതിനു വേണ്ടിയിട്ടാണ്. അതല്ലാതെ ഈ വ്യാപാരത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ലല്ലോ. അപ്പോൾ അമേരിക്കൻ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്നതുകൊണ്ടുള്ള വ്യാപാര കരാറിനുള്ള സാധ്യത തെളിഞ്ഞു വന്നിട്ടുണ്ട്. അത്തരം നെഗോഷിയേഷൻസ് വ്യാപകമായി നടക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ആഗോള സമ്പദ് രംഗം സ്ഥിരത നേടും എന്ന് തന്നെ പ്രതീക്ഷിക്കണം. ശരി, വളരെയധികം നന്ദി ശ്രീ ഡോക്ടർ പി ജെ വിൻസെൻ്റ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും സ്വർണത്തിൻ്റെ വില 1360 രൂപയോളം കുറഞ്ഞത് ഒരു വലിയ ആശ്വാസമായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ സ്വർണ്ണവില കുറയാനുള്ളൊരു സാഹചര്യമായി പറയുന്നത് ഈ ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സമാധാന കരാർ ഒപ്പുവെച്ച് അന്തരീക്ഷത്തിലേക്ക് എത്തിയാൽ നിക്ഷേപ സൗഹൃദ സാഹചര്യമൊക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ വിപണിയുടെ ഒരു പൊതുവായ വിലയിരുത്തൽ. എന്തായാലും ഇന്നിപ്പോൾ സ്വർണത്തിന് 1360 രൂപയാണ് പവന് കുറഞ്ഞിട്ടുള്ളത്. ഗ്രാമിന് 170 രൂപയാണ് കുറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു പവന് 11,210 രൂപയായിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഈ സ്വർണത്തിൻ്റെ വില. നമുക്കറിയാം 91,000 രൂപയിലധികം കടന്നു പോയിരുന്നു ഈ ഒരു പവൻ സ്വർണത്തിൻ്റെ വില. അവിടേക്കാണ് 89,680 രൂപയിലേക്ക് ഒരു പവൻ സ്വർണത്തിൻ്റെ വില എത്തി നിൽക്കുന്നത്. ഈ അഡ്വാൻസ് ബുക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ജനങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുമാത്രമല്ല, എന്നാൽ ഇനി വരും ദിവസങ്ങളിൽ സ്വർണ്ണവില കുറഞ്ഞേക്കാം എന്നുള്ളൊരു പ്രതീക്ഷ കൂടെ ജനങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ സ്വർണത്തിൻ്റെ വില കുറയാനുള്ളൊരു കാത്തിരിപ്പ് കൂടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ഒരു ശുഭപ്രതീക്ഷയാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ സ്വർണത്തിന് കുറഞ്ഞിട്ടുള്ള ഈ 1000-ലധികം രൂപയുടെ ഒരു കുറവെന്ന് പറയുന്നത്. ഈ പറയുന്ന അല്ലെങ്കിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ഡിസംബറോടെ തന്നെ ഒരുപക്ഷെ ഈ സ്വർണത്തിൻ്റെ വില കുറഞ്ഞേക്കാം. ഈ വ്യാപാര യുദ്ധമൊക്കെ ഒന്ന് സ്റ്റെബിലൈസ് ആകുന്ന ഒരു സാഹചര്യത്തിൽ ഈ വ്യാപാര യുദ്ധമൊക്കെ ഒന്ന് കുറയുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ഈ വിപണി കുറച്ചുകൂടെ സജീവമാകാനുള്ളൊരു സാധ്യതയുണ്ട്. ആ ഒരു ഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ ഈ സ്വർണ്ണവില വീണ്ടും കുറഞ്ഞേക്കാം. അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ളൊരു പ്രത്യാശ തന്നെയാകും നൽകുക. കഴിഞ്ഞ 2 മാസങ്ങളായാണ് ഈ സ്വർണത്തിൻ്റെ വില ഇത്രയേറെയായി ഉയർന്നുകൊണ്ടിരുന്നത്. ഈ സ്വർണത്തിനൊരു 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ അങ്ങനെയൊക്കെ ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനെ വർദ്ധിച്ച് വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ സ്വർണ്ണവില സംബന്ധിച്ച ഈ വാർത്ത അത് ഒന്നുകൂടെ നോക്കി വരാം. നിലം തൊടാതെ നിന്ന സ്വർണ്ണവില ഇന്ന് കുത്തനെ ഇടിഞ്ഞു. വൻ വിലക്കുറവ്. സ്വർണം വാങ്ങാൻ വേഗം ജ്വല്ലറിയിലേക്ക് പോകാൻ ഒരുങ്ങിക്കോളൂ എന്നാണ് വിപണികൾ പറയുന്ന സൂചനകൾ. കേരളത്തിൽ സ്വർണ്ണവിലയിൽ വൻ വിലക്കുറവാണ് രേഖപ്പെടുത്തുന്നത്. റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ച സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. പവന് ഒറ്റയടിക്ക് 1360 രൂപയാണ് കുറഞ്ഞത്. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 89,680 രൂപയാണ്. ഗ്രാമിന് 170 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. 11,210 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. കഴിഞ്ഞ ദിവസം 90,000 കടന്ന പവൻ വില 91,040 പിന്നീട് ഒറ്റയടിക്കാണ് 1000-ലേറെ രൂപയുടെ ഇടിവ് രേഖപ്പെടുത്തിയത്. ഏറെ നാൾക്ക് ശേഷമാണ് ഇത്രയും വില ഇടിയുന്നതെന്നാണ് വ്യാപാരികളും പറയുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ തോതിൽ കൂടി വരികയായിരുന്നു സ്വർണ്ണവില. ഓരോ ദിവസവും 500-1000 രൂപ വർദ്ധിക്കുന്ന ട്രെൻഡാണ് നാം കണ്ടത്. ഈ സാഹചര്യത്തിൽ ഈ മാസം രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ വിലക്കുറവ് തന്നെയാണ് ഇന്നത്തേതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഭരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല ദിവസമായി വ്യാപാരികൾ കണക്കുകൂട്ടുന്നു. ഈ മാസം 1-ന് രേഖപ്പെടുത്തിയ പവൻ വില 87,000 രൂപയായിരുന്നു. പിന്നീട് അല്പം താഴ്ന്ന് 86,560 രൂപയിലേക്കും എത്തി. എന്നാൽ പിന്നീട് ഓരോ ദിവസവും വില ഉയർന്ന് 91,040 രൂപ വരെ എന്ന സർവകാല റെക്കോർഡിലുമെത്തി. അവിടെ നിന്നാണ് ഇന്നത്തെ വിലക്കുറവ് രേഖപ്പെടുത്തുന്നത്.
1300-ലധികം രൂപയുടെ ഇടിവാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ഗാസയിൽ ഇസ്രയേലും ഹമാസും സമാധാന കരാർ ഒപ്പുവെച്ചതാണ് വിപണി സജീവമാകാൻ കാരണമെന്ന് ജ്വല്ലറി വ്യാപാരികൾ പറയുന്നു. സമാധാന അന്തരീക്ഷത്തിലേക്ക് എത്തിയാൽ നിക്ഷേപ സൗഹൃദ സാഹചര്യം ഉണ്ടാകുമെന്നും കരുതപ്പെടുന്നുണ്ട്. ഇത് വ്യവസായ ലോകത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നു തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നിക്ഷേപം വന്നേക്കാമെന്ന വിശ്വാസവും ഇതിനു പിന്നിലുണ്ട്. അതേസമയം വിപണിയിൽ ആശങ്കയുള്ളപ്പോൾ നിക്ഷേപകർ കൂടുതലായി സ്വർണം വാങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ സ്വർണ്ണവില ഉയരുക. ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധനായ സന്തോഷ് ടി വർഗീസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സന്തോഷ്, നമ്മൾ കുറച്ചധികം ദിവസങ്ങളായി ഈ സ്വർണ്ണവില ഇങ്ങനെ ഈ സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തുന്ന ഈ ഒരു കുതിപ്പിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ 1 ലക്ഷത്തിലേക്ക് അടുക്കാൻ ഇനി വലിയ താമസമില്ല എന്ന് തന്നെയാണ് നമ്മളൊക്കെയും കരുതിയിരുന്നത്. എന്നാൽ അവിടെയാണ് ഇന്നിപ്പോൾ ഒരു 1360 രൂപയുടെ ഒരു കുറവ് വന്നിരിക്കുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതും ഒരു ആശ്വാസം തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഈ ഒരു വീണ്ടും സ്വർണത്തിനൊരു വില കുറയുമോ എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇതൊരു പക്ഷേ ഒരു കേൾക്കാമോ? പക്ഷെ ഇതൊരു താൽക്കാലിക കുറവായിട്ട് മാത്രമേ കാണേണ്ടതായിട്ടുള്ളൂ. കാരണം ഇപ്പോ പശ്ചിമേഷ്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു സമാധാന ശ്രമങ്ങൾ, ആ കാര്യത്തിൽ അതങ്ങനെ ആ സമാധാന ശ്രമങ്ങൾ വിജയിക്കുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ നിക്ഷേപം വരാനും സമ്പദ് വ്യവസ്ഥയൊക്കെ കൂടുതൽ സജീവമാകാനുമുള്ള ഒരു സാധ്യത തീർച്ചയായും ഉണ്ടല്ലോ. അപ്പോൾ ആ സാധ്യത പരിഗണിച്ചുകൊണ്ട് ഉണ്ടായ ഒരു വിലക്കുറവ് മാത്രമാണ് ഇത്. പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ പലപ്പോഴും മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ ഒരു സാമ്പത്തിക രംഗത്ത് ഒരു പ്രതിസന്ധി ഉണ്ട്. ഡോളർ, അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയും ഡോളറും വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ കടബാധ്യത ഉയരുന്നു. ഫ്രാൻസിലൊരു വലിയ പ്രശ്നമായിട്ട് അത് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം തന്നെ പൊതുവെ സാമ്പത്തിക രംഗത്ത് ഉള്ള ഒരു പ്രതിസന്ധി അങ്ങനെ തന്നെ നിലനിൽക്കുന്നതിനാൽ കാര്യമായിട്ട് ഇതൊരു ദീർഘകാലത്തേക്ക് ഈ വിലക്കുറവ് ഉണ്ടാകുമെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയില്ല. എന്നാൽ ഇപ്പോ ഇതൊരു താൽക്കാലിക ആശ്വാസമാണ്. ആ പ്രദേശങ്ങളിൽ പശ്ചിമേഷ്യയിലും ഒക്കെ തന്നെ ഒരു സമാധാന ശ്രമങ്ങൾ ഉണ്ടാകുന്നത് വളരെ ആശ്വാസകരമാണ്. അതോടൊപ്പം അതിന്റെ ഒരു ഗുണം അമേരിക്കയ്ക്കും ഒക്കെ തന്നെ സംഘർഷം കുറയുന്നതിന്റെ ഫലമുണ്ടാകുമല്ലോ. അപ്പോൾ ആ ഒരു കാര്യം പരിഗണിച്ച് മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു വിലക്കുറവാണ്. പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരു ഈ വില കുറയുന്ന പ്രവണത നീണ്ടു നിൽക്കുമെന്ന് കരുതാനായിട്ട് കഴിയില്ല. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതായത് ഏത് നിമിഷം വേണമെങ്കിലും ഈ സ്വർണത്തിന്റെ ഒരു വില അത് വീണ്ടും പഴയ രീതിയിൽ തന്നെ ഉയർന്നു വന്നേക്കാം എന്നാണ് സാരം. തീർച്ചയായും. അപ്പോൾ ഇതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. ഇത് കഴിഞ്ഞാൽ ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നതിനാൽ കുറച്ച് കഴിയുമ്പോൾ ഈ വില ഉയരാൻ തന്നെയാണ് സാധ്യത. കുറച്ച് നാള് വില ഉയർന്നു തന്നെ നിൽക്കുമെന്നുള്ളതാണ് പൊതുവെ ഈ രംഗത്ത് ഗവേഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്നവരെല്ലാം തന്നെ വിലയിരുത്തുകയും പ്രവചിക്കുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പോ ഈ ഗവൺമെന്റ് ബോണ്ടുകളുടെ പലിശ നിരക്ക് കൂടുന്നു. അതോടൊപ്പം തന്നെ മറ്റ് വികസിത രാജ്യങ്ങളിലെല്ലാം വർദ്ധിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി, കടബാധ്യത ഉയരുന്നു, ഡോളർ നേരിടുന്ന പ്രതിസന്ധി, അതിന്റെ ഫലമായിട്ടാണല്ലോ ഈ ചുങ്കം വർദ്ധിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പൊ വ്യാപാര രംഗത്തൊരു അനിശ്ചിതത്വമുണ്ട്. അപ്പൊ അതെല്ലാം തന്നെ അങ്ങനെ തന്നെ തുടരുന്നതിനാൽ ഇതൊക്കെയാണ് അടിസ്ഥാന പ്രശ്നങ്ങൾ. അപ്പൊ ആ അടിസ്ഥാന പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ തുടരുന്നതിനാൽ ദീർഘകാലയളവിൽ നമുക്ക് ഇതിന്റെ വില കുറയുമെന്ന് കരുതാൻ കഴിയില്ല. ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വിപണിയിൽ ഇപ്പോൾ ആശങ്ക വരുമ്പോൾ ഈ നിക്ഷേപകർ കൂടുതലായി ഈ സ്വർണം വാങ്ങാനുള്ളൊരു തിടുക്കമൊക്കെ കാണിക്കുമല്ലോ, അത് വീണ്ടും ഈ വില ഉയരാനുള്ളൊരു സാധ്യതയിലേക്കാകുമോ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്? അതെ, തീർച്ചയായും. കാരണം ഇപ്പോഴും സമ്പദ് വ്യവസ്ഥയിൽ പൂർണ്ണമായിട്ട് ഒരു വിശ്വാസം വന്നിട്ടില്ലല്ലോ. ഇതൊരു താൽക്കാലിക ഈ സമാധാന ശ്രമങ്ങൾ ഒരു താൽക്കാലിക ആശ്വാസം എന്നുള്ളത് മാത്രമായിട്ടല്ലേ കാണാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് സമ്പദ് വ്യവസ്ഥയിൽ വിശ്വാസം ഉണ്ടാവണം. സമ്പദ് വ്യവസ്ഥയിൽ വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് ഈ സമ്പാദ്യം മിച്ചം സമ്പദ് വ്യവസ്ഥയിൽ നിക്ഷേപിക്കാനും ചെലവഴിക്കാനും ഒക്കെ ആൾക്കാർ തയ്യാറാവുകയുള്ളൂ. അപ്പോൾ അത് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് മറ്റ് സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപ മേഖലകൾ ഏതാണെന്ന് നിക്ഷേപകരും മറ്റുള്ളവരും എല്ലാം തന്നെ അന്വേഷിക്കുന്നത്. അങ്ങനെയാണ് ഈ അമൂല്യ ലോഹങ്ങൾ എന്ന നിലയിൽ സ്വർണവും വെള്ളിയും ഒക്കെ തന്നെ ആൾക്കാർ പരിഗണിക്കേണ്ടി വരുന്നത്. അതിലേക്കൊക്കെ നിക്ഷേപം വഴിമാറിപ്പോകുന്നതിന്റെ കാരണം അതാണ്. സുരക്ഷിത നിക്ഷേപ മേഖല എന്ന നിലയിൽ സ്വർണം ഇപ്പോഴും ശക്തമായിട്ട് തന്നെ നിൽക്കുകയാണ്. കാരണം സമ്പദ് വ്യവസ്ഥയിൽ ദീർഘകാലയളവിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഉണർവ്, ഒരു ആത്മവിശ്വാസം നൽകുന്ന പ്രവണതകൾ ഒന്നും തന്നെ അങ്ങനെ കാണാൻ കഴിയുന്നില്ല ആഗോള തലത്തിൽ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ദീർഘകാലയളവിൽ
ഈ വില കുറയുമെന്ന് കരുതാൻ കഴിയില്ല. വില കൂടാൻ തന്നെയാണ്, കുറച്ച് കഴിയുമ്പോൾ വില കൂടാൻ തന്നെയാണ് സാധ്യത. ഇതൊരു താൽക്കാലിക പ്രതിഭാസമായിട്ട് മാത്രം കണ്ടാൽ മതിയാവുന്നതാണ്. ഈ വ്യാപാര യുദ്ധത്തിനൊക്കെ ഒരു അറുതി വരുന്ന ഒരു ഘട്ടം ഈ ഡിസംബറോടെ ഉണ്ടാകുമെന്ന് പറയുന്നതിൽ എത്രത്തോളം ശരിയുണ്ട്? അല്ല, അത് ആ കാര്യത്തിൽ ചർച്ചകളൊക്കെ നടക്കുകയല്ലേ. അപ്പം ഇത് ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓരോ സമീപനങ്ങൾ എന്ന് പറയുന്നത് വളരെ നാടകീയമായിട്ടാണല്ലോ അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുകയും തീരുമാനങ്ങൾ മാറ്റുകയും പുനഃപരിശോധിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. ട്രംപിനെ സംബന്ധിച്ച് അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏത് നിലപാടെടുക്കുന്നതിനും അദ്ദേഹം തയ്യാറാകും. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ഇപ്പോഴും പ്രതിസന്ധിയെ അതിജീവിച്ചിട്ടില്ല. വളർച്ചാ നിരക്കൊക്കെ കുറച്ച് ഭേദപ്പെട്ട നിലയിലൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ കൂടി അതെല്ലാം തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഈ ഉയർന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന മേഖലകളിൽ മാത്രമാണ് അമേരിക്കയിൽ ഇപ്പോഴും വളർച്ചയും ഉണർവും എല്ലാം തന്നെ കാണാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ ഇപ്പോഴും പ്രതിസന്ധി ശക്തമായി തുടരുന്നു എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ അത് പരിഹരിക്കുക എന്നുള്ളതാണ് ട്രംപിനെ സംബന്ധിച്ച് ഈ ചുങ്കം വർദ്ധിപ്പിക്കുന്നതിലൂടെ ട്രംപ് ലക്ഷ്യം വെക്കുന്നത്. പക്ഷെ അത് ഫലപ്രാപ്തി എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അത് എല്ലാം തന്നെ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരുമോ എന്ന് നമുക്ക് ഇപ്പം പറയാനായിട്ട് കഴിയില്ല. നമ്മളിപ്പോൾ പുതിയതായിട്ട് അറിയുന്ന കാര്യം, ഇപ്പം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഈ മാഗ്നറ്റുകൾ, മറ്റ് റെയർ എർത്തുകൾ, ആ വസ്തുക്കളൊന്നും തന്നെ അമേരിക്കയിലേക്ക് പുനർകയറ്റുമതി ചെയ്യാൻ പാടില്ല എന്നുള്ള വലിയ ഒരു നിർദ്ദേശം ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. അപ്പൊ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ആഗോള വ്യാപാര രംഗത്ത് ഉണ്ടായ പ്രതിസന്ധിക്ക് കാര്യമായിട്ടുള്ള മാറ്റമൊന്നും വന്നിട്ടില്ല എന്നുള്ളതല്ലേ. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് ചൈനയിൽ നിന്നുള്ള ഈ റെയർ എർത്ത് മിനറൽസിന്റെ ഇറക്കുമതി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് അമേരിക്ക മാത്രമല്ല, ലോകത്തിലെ എല്ലാ വ്യാവസായിക രാജ്യങ്ങൾക്കും ആവശ്യമാണ്. അപ്പോൾ അതെല്ലാം തന്നെ പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചർച്ചകൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുള്ളൂ. കാത്തിരിക്കാം എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനായിട്ട് ഈ സാഹചര്യത്തിൽ കഴിയുകയുള്ളൂ. ശരി, വളരെയധികം നന്ദി ശ്രീ സന്തോഷ് ടി വർഗീസ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും ഈ സ്വർണത്തിൻ്റെ വില അത് ഈ ഘട്ടത്തിൽ ഉയർന്ന് നിന്നിരുന്ന ഒരു സ്വർണ്ണവില അതിപ്പോൾ താഴേക്ക് വന്നിരിക്കുകയാണ്. റെക്കോർഡ് കുതിപ്പിൽ നിന്നാണ് സ്വർണം പെട്ടെന്ന് തന്നെ താഴേക്ക് എത്തിയത്. ഇന്നിപ്പോൾ ഒരു ഗ്രാമിന് 170 രൂപയും പവന് 1360 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ 11,210 രൂപയും പവന് 89,680 രൂപയുമായിട്ടുണ്ട്. ഈ സ്വർണത്തിൻ്റെ വില കുറഞ്ഞത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഏത് നിമിഷം വേണമെങ്കിലും ഈ സ്വർണത്തിൻ്റെ വില ഉയർന്നേക്കാമെന്ന് തന്നെയാണ് ഈ സ്വർണ്ണ വ്യാപാരികൾ അടക്കം പറയുന്നത്. ഈ സാമ്പത്തിക വിദഗ്ധരും അത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇന്ന് തന്നെ ഒരുപക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ സ്വർണ്ണവില വീണ്ടും ഉയർന്നേക്കാവുന്ന ഒരു സാധ്യതയുമുണ്ട്. എന്നാൽ ഈ 1 ലക്ഷത്തിലേക്ക് എന്നുള്ളൊരു സ്വർണ്ണവില 1 ലക്ഷത്തിലേക്ക് എത്താൻ അധികം ദൂരമില്ല എന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരടക്കം പറയുന്നത്. ഇന്നിപ്പോൾ ഒരു സ്വർണ്ണത്തിലൊരു ചെറിയൊരു വിലക്കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും വരും ദിവസങ്ങളിൽ സ്വർണ്ണവില വീണ്ടും ഉയരാൻ തന്നെയാണ് സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.